ഹലോ ഓൾ, മൈസെൽഫ് ഷിർഫാദ് ഹുസൈൻ, ലീഡ് IISലെ ആന്ത്രപ്പോളജി ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആന്ത്രപ്പോളജി എന്ന ഓപ്ഷണൽ സംബന്ധിച്ചാണ്. ആന്ത്രപ്പോളജി നമ്മൾ എന്തിനു സെലക്ട് ചെയ്യണം, ഒരു ഓപ്ഷൻ എന്ന നിലയ്ക്ക് UPSC പ്രിപ്പറേഷനിൽ ആന്ത്രപ്പോളജി എത്ര ഹെൽപ്ഫുൾ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ലീഡ് IISൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ആന്ത്രപ്പോളജി ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ആന്ത്രപ്പോളജിയിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് 5 വർഷത്തോളം ഉണ്ട്. 2 തവണ UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ള ഒരുപാട് കുട്ടികളും നമ്മുടെ ബാച്ചിൽ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് നമ്മുടെ ഓപ്ഷണൽ ആന്ത്രപ്പോളജി ഓപ്ഷണലിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മളിത് സെലക്ട് ചെയ്യണം, വൈ ആന്ത്രപ്പോളജി എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ആന്ത്രപ്പോളജിയുടെ സ്കോറിംഗ് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ 320-ലധികം മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷണലാണ് ആന്ത്രപ്പോളജി. എല്ലാ വർഷവും ഈ പറയുന്ന സ്കോറിംഗ് പാറ്റേണിൽ അത്യാവശ്യം നല്ല സ്കോറിംഗ് പൊട്ടൻഷ്യലുള്ള ഒരു സബ്ജക്റ്റാണ് ആന്ത്രപ്പോളജി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിയുടെ വെർസാറ്റിലിറ്റി, അതുപോലെ തന്നെ പ്രെഡിക്റ്റബിലിറ്റിയാണ്. ക്വസ്റ്റ്യൻസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് സിലബസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു PYQ പാറ്റേൺ ആണ് ആന്ത്രപ്പോളജി ഓപ്ഷനിലുള്ളത്. അതിൽ ചെറിയ സർപ്രൈസ് എലമെൻറ്റുകൾ വരാറുണ്ടെങ്കിലും ജനറലി നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ആന്ത്രപ്പോളജി ഓപ്ഷണൽ വളരെയധികം പ്രെഡിക്റ്റബിൾ ആണ്. വളരെ ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു നോട്ട് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വലിയ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ആന്ത്രപ്പോളജി. അതാണ് ആന്ത്രപ്പോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ്. വൈ ആന്ത്രപ്പോളജി എന്ന് നോക്കുന്ന സമയത്ത് മൂന്നാമതായിട്ട് നമുക്ക് പരിശോധിക്കാനുള്ള ഒരു കാര്യം ആന്ത്രപ്പോളജിയുടെ GS സബ്ജക്ട്സുമായിട്ടുള്ള കണക്ഷനാണ്. ആന്ത്രപ്പോളജി സിലബസിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ കണക്ഷനെ കുറിച്ച് ബോധ്യമാവും. എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് GSലേക്കുള്ള ഇതിൻ്റെ കണക്ഷൻ, അല്ലെങ്കിൽ ഇത് എത്രമാത്രം നമ്മുടെ GS പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സിലബസിൽ വരുന്ന പല കാര്യങ്ങളും നമ്മുടെ GS സിലബസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ട്രൈബൽ ആന്ത്രപ്പോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഷെഡ്യൂൾ 5, ഷെഡ്യൂൾ 6 അതുപോലെയുള്ള ഷെഡ്യൂളുകൾ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്, ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ട്രൈബൽ ആന്ത്രപ്പോളജിയിൽ ട്രൈബൽ പോപ്പുലേഷൻസിൻ്റെ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ GS സിലബസുമായിട്ടും അതുപോലെ തന്നെ പ്രിലിംസ് സിലബസൊക്കെ ആയിട്ട് കണക്ഷൻസ് ഉള്ള ഏരിയകൾ ഒരുപാട് ഇങ്ങനെ ആന്ത്രപ്പോളജിയിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. സോ ഈ പറയുന്ന 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആന്ത്രപ്പോളജി വളരെ നല്ലൊരു ഓപ്ഷണലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളതിലേക്ക് കടക്കുന്നില്ല. നമുക്കിനി പറയാനുള്ളൊരു കാര്യം, എന്താണ് ആന്ത്രപ്പോളജി സിലബസ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആന്ത്രപ്പോളജി ഓപ്ഷണൽ പഠിക്കുന്നത്, എന്താണ് ആന്ത്രപ്പോളജി സിലബസിലുള്ളത്. അപ്പോൾ പലപ്പോഴും തെറ്റിദ്ധാരണയുള്ള ഒരു കാര്യം, ആന്ത്രപ്പോളജി ഒരു സയൻസ് സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. ആന്ത്രപ്പോളജി ആക്ച്വലി ഒരു സയൻസ് സബ്ജക്റ്റ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, 2 പേപ്പേഴ്സാണ് ഉണ്ടായിരിക്കുക, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 ആണ് ടോട്ടൽ സിലബസിൻ്റെ ഏകദേശം ഒരു 60-70% ഉള്ളത്. കാരണം പേപ്പർ 1 അത്യാവശ്യം ലെങ്തിയാണ്, അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് പേപ്പർ 1-ലുണ്ട്. ഒരു 70%ഓളം ടോട്ടൽ സിലബസിൻ്റെ കവർ ചെയ്യുന്ന പേപ്പർ 1-ലാണ്. സോ പേപ്പർ 1-ൻ്റെ ഒരു 40-50% ആണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ബയോളജിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പോർഷൻസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ പേപ്പർ 1-ൻ്റെ 40-50% ആണ് ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന പോർഷൻസ് വരുന്നത്. സോ അതിൽ തന്നെ നമുക്ക് പ്രിലിംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജെനറ്റിക്സിൻ്റെ പോർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പോർഷൻസ്, ഇവല്യൂഷൻ, അങ്ങനെയുള്ള സ്റ്റഡീസ്, ഇക്കോളജിക്കൽ ആന്ത്രപ്പോളജി, മെഡിക്കൽ ആന്ത്രപ്പോളജി, അങ്ങനെയുള്ള ടോപ്പിക്സ് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഫിസിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ആന്ത്രപ്പോളജിയുടെ പോർഷൻസ് വരുന്നത്. ഇത് ഏകദേശം നമ്മൾ പറഞ്ഞു, ഏകദേശം 40-50% ഓഫ് പേപ്പർ 1 അല്ലെങ്കിൽ അതിലധികം വരുന്ന പോർഷൻസിലാണ് പേപ്പർ 1-ൽ ഇത് കവർ ചെയ്യുന്നത്. പിന്നീടുള്ളത് സോഷ്യൽ ആന്ത്രപ്പോളജിയാണ്. സോഷ്യൽ ആന്ത്രപ്പോളജി നമുക്കറിയാം, സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി, കൾച്ചർ, സൊസൈറ്റി, മാരേജ്, ഫാമിലി, കിൻഷിപ്പ്, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, എക്കണോമിക് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ റിസർച്ച് മെത്തഡോളജി, പിന്നെ ആന്ത്രപ്പോളജി റിലേറ്റഡ് ആയിട്ടുള്ള തിയറികൾ, ഇങ്ങനെ വരുന്ന പോർഷൻസാണ് പേപ്പർ 1-ൽ ബാക്കി നിൽക്കുന്നത്. പിന്നീട് വേൾഡ് ആർക്കിയോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ്
ഇങ്ങനെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് നിൽക്കുന്നത്. സോ ആപ്ലിക്കേഷൻസ് ഓഫ് ആന്ത്രപ്പോളജി ഇങ്ങനെയുള്ള കുറേ ചാപ്റ്റേഴ്സാണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 കംപ്ലീറ്റ്ലി ഇന്ത്യൻ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. പേപ്പർ 2 സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പേപ്പർ 2 കമ്പാരിറ്റീവ്ലി സിലബസിൽ വളരെ കുറച്ചാണ് കാണുന്നത്. പേപ്പർ 2 നമുക്ക് ഏറ്റവും കൂടുതൽ കവർ ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ട്രൈബൽ ആന്ത്രപ്പോളജിയാണ്. പേപ്പർ 2ൻ്റെ ഏകദേശം 50% ട്രൈബൽ ആന്ത്രപ്പോളജിയാണ് വരുന്നത്. സോ ട്രൈബൽ ആന്ത്രപ്പോളജി ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ എന്ന് പറയുന്നത്, ടോപ്പിക് എന്ന് പറയുന്നത് കാസ്റ്റ് ആണ്. കാസ്റ്റ് സ്റ്റഡീസ് കവർ ചെയ്യുന്നുണ്ട്, വില്ലേജ് സ്റ്റഡീസ് കവർ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ആർക്കിയോളജി, പിന്നെ നമുക്ക് അറിയുന്ന കുറേ ചെറിയ ഇഷ്യൂസ് നമ്മുടെ GS സിലബസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കുറേ ടോപ്പിക്സ് കൂടി കവർ ചെയ്യുന്നുണ്ട്. അതായത് കമ്മ്യൂണലിസം പോലെയുള്ള ടോപ്പിക്സ്, റീജിയണലിസം, എത്തനിസിറ്റി, അതുപോലെ തന്നെ മൈനോറിറ്റീസ്, ഇങ്ങനെ വരുന്ന കുറച്ച് ടോപ്പിക്സ് കൂടി ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്ത്യൻ സിനാരിയോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനാരിയോയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പേപ്പറാണ് പേപ്പർ 2. ഓക്കെ, അപ്പോൾ പേപ്പർ 2ൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അത്ര സിലബസിൽ അത്ര ഡെപ്തിലേക്ക് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇല്ല. ബട്ട് GSലേക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ വരുന്ന, GSൽ ഒരുപാട് ടോപ്പിക്കുമായിട്ട് റിലേഷനുള്ള, നമുക്ക് വായിച്ച് പരിചയം ഉണ്ടായിരിക്കുന്ന കുറേ ടോപ്പിക്സ് ആണ് പേപ്പർ 2 വരുന്നത്. സോ ടോട്ടലി നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യുന്ന സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ടൊരു സയൻസ് ബേസ്ഡ് പേപ്പറാണെന്ന് പറയാൻ സാധിക്കില്ല. സോ സിലബസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ഒരു സയൻസ് ബേസ്ഡ് സബ്ജക്റ്റോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് സബ്ജക്റ്റോ അല്ല. സയൻസിൻ്റെ കണക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മളത് പറഞ്ഞു പേപ്പർ 1 കുറച്ച് പോർഷൻസ് ആണ് വരുന്നത്. പ്രധാനമായിട്ടും ജെനറ്റിക്സ്, അതുപോലെ തന്നെ എവല്യൂഷൻ സ്റ്റഡീസ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നീട് വരുന്ന കുറേ കാര്യങ്ങൾ സോഷ്യോളജി ബേസ്ഡ് ആണ്. പിന്നീട് വരുന്ന കുറച്ച് കാര്യങ്ങൾ ട്രൈബൽ ആന്ത്രപ്പോളജി, നമ്മുടെ GSുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ സയൻസ് മാത്രം പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമാണിത് പഠിച്ചെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ നമുക്ക് ബയോളജിയിൽ ഏകദേശം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു +2 വരെയൊക്കെ നമ്മൾ ബയോളജി പഠിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയൻസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനിലാണ് ആന്ത്രപ്പോളജി. പിന്നീട് നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതൊരു കൈൻഡ് ഓഫ് മിക്സ് സിലബസ് ആണ്. ഒരുപാട് ടോപ്പിക്സ് കണക്ട് ചെയ്ത് വരുന്ന, ഹിസ്റ്ററിയുടെ പോർഷൻസ് വരുന്നുണ്ട്, സോഷ്യോളജിയുടെ പോർഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജിയുടെ പോർഷൻസ് ഉണ്ട്, ദെൻ എക്കോളജി എൻവറോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പോർഷൻസ് ഉണ്ട്, പൊളിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പോർഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ളൊരു മിക്സ് ആയിട്ടുള്ള സിലബസ് ആണ് ആന്ത്രപ്പോളജിയുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ കാര്യമാണ് സംസാരിച്ചത്. ഇപ്പോൾ ടോട്ടൽ സിലബസ് നമുക്കറിയാം. പേപ്പർ 1, പേപ്പർ 2, 2 പേപ്പറും 250 വെച്ചാണ് സ്കോറിംഗ് വരുന്നത്. അപ്പോൾ പേപ്പർ 1ലും പേപ്പർ 2ലും മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിലബസ് പ്ലാൻ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു കോഴ്സ് ഡിസൈൻ, അതുപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി കോഴ്സ് ഡിസൈനിലേക്ക് വരാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ലീഡൽ ആന്ത്രപ്പോളജി എടുക്കണം, അല്ലെങ്കിൽ ലീഡൽ നമ്മുടെ കോഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഇപ്പോൾ ലീഡൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ GS, PCM കോഴ്സും അതുപോലെ തന്നെ ഓപ്ഷണൽ സിലബസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരുപോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് പ്ലാൻ ഉണ്ട് ലീഡിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് പ്ലാനിൽ നമ്മുടെ ടോട്ടൽ UPSC സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മൈക്രോ ടോപ്പിക്കുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൈക്രോ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന മൈക്രോ ടോപ്പിക്സ് ഏതൊക്കെയാണ്, എക്സ്ട്രാ നിങ്ങൾ റീഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, എവിടെ നിന്ന് റീഡ് ചെയ്യണം, എന്താണ് റെഫറൻസ് എടുക്കേണ്ടത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഓരോ സെക്ഷനിലും നമ്മൾ എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അസൈൻമെൻറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നിങ്ങൾ ആദ്യം വരുന്ന സമയത്ത് ഈ പറയുന്ന സിലബസ് ട്രീക്ക് അനുസരിച്ച്, സിലബസ് പ്ലാൻ അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്, ഏകദേശം നമ്മൾ എത്ര ക്ലാസ് അവേഴ്സിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എപ്പോഴായിരിക്കും നിങ്ങൾ നമ്മുടെ ഓപ്ഷണൽ കംപ്ലീറ്റ് ആവുന്നത്, ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ പോയിന്റിലും നിങ്ങൾ എന്താണ് റീഡ് ചെയ്യേണ്ടത്, എക്സ്ട്രാ എന്താണ് റീഡ് ചെയ്യേണ്ടത്,
എന്താ റെഫറൻസ് ബുക്ക് നോക്കേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ടോപ്പിക്കിലും നമ്മൾ എടുക്കേണ്ട അസൈൻമെൻറ്റ്സ് ഏതൊക്കെയാണ്, PYQ റൈറ്റിംഗ് അസൈൻമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കോറായിട്ടുള്ള വരുന്നത് ഈ സിലബസ് പ്ലാൻ തന്നെയാണ്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നീടുള്ളത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളൊരു കാര്യം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലാണ്. റെഫറൻസ് മോഡലായിട്ട് നമ്മളൊരു സ്റ്റഡി മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റഡി മെറ്റീരിയലിൽ അതാണ് നമ്മുടെ റെഫറൻസ് അല്ലെങ്കിൽ റീഡിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. സോ നമുക്കറിയാം ആന്ത്രപ്പോളജി അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. പല ഭാഗത്തു നിന്നായിട്ട് ടോപ്പിക്സ് വരുന്നുണ്ട്. നമ്മൾ സിലബസ് അനാലിസിസിൽ പറഞ്ഞു പല ടോപ്പിക്സ് നിന്നായിട്ട് പല ടോപ്പിക്കുകൾ വരുന്ന ക്ലബ്ബായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിലബസാണ് ആന്ത്രപ്പോളജിക്കുള്ളത്. വൈഡ് ആയിട്ടുള്ള സിലബസാണ്. അപ്പോൾ ആ സിലബസ് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വന്തം നിലയ്ക്ക് വായിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റെഫറൻസ് റീഡിംഗ് മെറ്റീരിയൽസ് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അത് ആസ്പിരൻസിൻ്റെ ടൈം ഒരുപാട് കൺസ്യൂം ചെയ്യുന്നൊരു വർക്കാണത്. അപ്പോൾ നമ്മൾ ആ വർക്ക് എടുത്തിട്ടുണ്ട്. നമ്മളതിനെ ബേസ് ചെയ്തിട്ട് ഒരു റെഫറൻസ് മെറ്റീരിയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ കോഴ്സിൽ നമ്മൾ ഈ റെഫറൻസ് മെറ്റീരിയൽ അനുസരിച്ച് നിങ്ങൾ എങ്ങനെ റീഡ് ചെയ്ത് പോകണം, എങ്ങനെയാണ് നമ്മുടെ സിലബസ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എങ്ങനെ നമ്മൾ ഇതിന് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലാസ്സിലും ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കിൽ മുന്നോട്ട് പോകുക. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കണം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വരേണ്ടത്, അതിൻ്റെ കറണ്ട് റെലവൻസ് എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നോളജ് എന്താണ്, ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് കറണ്ട് അഫേഴ്സിലേക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങനെയുള്ള രൂപത്തിൽ നമ്മൾ ആ ഒരു രൂപത്തിൽ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കറണ്ട് അഫേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ കറണ്ട് അഫേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ എങ്ങനെ PYQ എങ്ങനെ ആൻസേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്യാം, ആ രൂപത്തിൽ നമ്മുടെ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കോഴ്സ് അറ്റൻഡ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പഠിച്ച് എങ്ങനെ നിങ്ങൾക്ക് പേപ്പറിലേക്ക് കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ച് ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്ന രൂപത്തിലാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ മൊഡ്യൂൾ ടെസ്റ്റുകളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സിലബസിൻ്റെ ഓരോ പാർട്ടിനും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മൊഡ്യൂൾ ടെസ്റ്റുകളും നമ്മൾ കവർ ചെയ്യുന്ന രൂപത്തിലാണ് ലീഡ് IASൽ നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി സംസാരിക്കാനുള്ള എന്താണ് നിങ്ങൾ ലീഡ് IASൽ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ള കാര്യം കൂടി നമുക്ക് സംസാരിക്കണം. സോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത പ്രിലിംസ് പാസ്സാവുന്ന കുട്ടികൾക്ക് ആ വർഷം തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള മെയിൻസ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. സോ മെയിൻസ് ഗൈഡൻസ് പ്രോഗ്രാമിലേക്ക് അവർക്ക് ഫ്രീ എൻട്രൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. സോ പിന്നീട് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഒരു നെറ്റ്വർക്കായിട്ട് പേഴ്സണലൈസ്ഡ് മെൻറ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു ആന്ത്രപ്പോളജി ഓപ്ഷണലിൻ്റെ ഭാഗമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ ടോട്ടൽ ജേർണിയിൽ ആന്ത്രപ്പോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റൈറ്റിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്ലാസ് റൂം സെഷൻസ് എന്നുള്ള രൂപത്തിൽ ലെക്ചേഴ്സ് എന്നുള്ള രൂപത്തിൽ മാറി നമുക്ക് മെൻറ്റർഷിപ്പിലേക്കും അതുപോലെ തന്നെ ആൻസർ റൈറ്റിംഗിലേക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാമുകളിലേക്കും നിങ്ങൾക്ക് എൻട്രൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഓപ്ഷണൽ കവർ ചെയ്ത് പോകുന്ന രൂപത്തിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമുക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളെ പ്രിപ്പറേഷൻസിൽ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നെറ്റ്വർക്കിംഗ്, അതായത് നമ്മുടെ ഏറ്റവും ടോപ്പേഴ്സായിട്ട് വരുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള അത്തരം അവസരങ്ങൾ കൂടി നമ്മൾ ഇതിൽ ഉറപ്പാക്കുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ടോട്ടലായിട്ടുള്ള കോഴ്സ് ഡിസൈൻ വരുന്നത്. ആൻഡ് ഇതാണ് ആന്ത്രപ്പോളജിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ താങ്ക് യു.